സ്വാമി ശരണം. ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവം ഒരു മാസം പിന്നിടുമ്പോൾ ശബരീശ ദർശനത്തിനെത്തുന്ന തീർത്ഥാടകർ വർദ്ധിച്ചിരിക്കുകയാണ്. ശബരിമല പുണ്യ പൂങ്കാവനത്തിലേക്ക് പ്ലാസ്റ്റിക് കൊണ്ടുവരുന്നത് പരമാവധി ഒഴിവാക്കണം എന്ന് ശബരിമല മേൽശാന്തി എസ് അരുൺകുമാർ നമ്പൂതിരി അഭ്യർത്ഥിച്ചു. ഏതാനും ദിവസങ്ങൾ കൊണ്ട് പ്ലാസ്റ്റിക് ഉപയോഗം നിശേഷം ഒഴിവാക്കാൻ സാധിക്കില്ല. പക്ഷേ പരമാവധി പരിശ്രമിച്ചാൽ 1-2 വർഷങ്ങൾക്കകം തന്നെ പ്ലാസ്റ്റിക്കിനെ പൂർണ്ണമായും പടികടത്താം. ഭഗവാന്റെ പൂങ്കാവനം പുണ്യമാണ്. പ്ലാസ്റ്റിക് ഒഴിവാക്കി പ്രകൃതിയെ സംരക്ഷിക്കാൻ എല്ലാവരും മനസ്സ് വെക്കണം എന്നും അദ്ദേഹം പറഞ്ഞു. സന്നിധാനത്ത് തിരക്ക് കൂടി വരുന്ന പശ്ചാത്തലത്തിൽ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള തീർത്ഥാടകർ സൂക്ഷിച്ചു വേണം ഭഗവത് ദർശനത്തിന് എത്തേണ്ടത്. മണ്ഡലകാലം തുടങ്ങി 41 ദിവസത്തിലേക്ക് അടുക്കുമ്പോൾ ഏറ്റവും വിശേഷപ്പെട്ട മണ്ഡല പൂജയ്ക്കുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അയ്യപ്പൻ ഏറ്റവും വിശേഷപ്പെട്ട മണ്ഡല പൂജയിൽ എല്ലാവരും പങ്കെടുത്ത് നാമജപത്തോടുകൂടി മണ്ഡല പൂജ ഭംഗിയായി നടക്കാൻ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണം എന്നും മേൽശാന്തി പറഞ്ഞു. സ്വാമിയെ ശരണം അയ്യപ്പ. നമ്മളെ ഈ വർഷത്തെ മണ്ഡല മഹോത്സവം വൃശ്ചികം 1 മുതൽ നമ്മൾ ഭഗവത് ദർശനവും അദ്ദേഹത്തിൻ്റെ നാമജപങ്ങളോടുകൂടി നമ്മൾ ഈ മലയെ വെട്ടി ഇവിടെ എത്തി നെയ്യഭിഷേകം, പുഷ്പാഭിഷേകം മുതലായ കർമ്മങ്ങളൊക്കെ ചെയ്ത് നമ്മളൊരു മണ്ഡലം 41 ദിവസം എത്തിച്ചേരാൻ പോവുകയാണ്. അന്നേരം അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടക്കുകയാണ്. അന്നേരം ഭഗവാന്റെ ഏറ്റവും വിശേഷപ്പെട്ട ആ മണ്ഡലപൂജ എല്ലാവരും പങ്കെടുത്ത് എല്ലാവരും നല്ല പ്രാർത്ഥനയോടെ അദ്ദേഹത്തിനെ പ്രാർത്ഥിച്ച് ഒരു നാമജപഘോഷത്തോടെ നമ്മുടെ മണ്ഡലപൂജ നല്ല ഭംഗിയായി നടക്കുന്നതിന് എല്ലാവരും പ്രാർത്ഥനയുണ്ടാവുക. സ്വാമിയെ ശരണം അയ്യപ്പ. നമുക്കറിയാം ഇപ്പം വളരെ തിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം നമ്മുടെ ക്ഷേത്ര ദർശനം എത്തുന്നവരും കുഞ്ഞുങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഒക്കുന്നതും നമ്മൾ കുറച്ച് ഉപയോഗിക്കാൻ ഉള്ള ഒരു പരിശ്രമം നടത്തണം. നമുക്കറിയാം നമ്മൾ 1-2 ദിവസമൊന്നും കൊണ്ട് അല്ലെങ്കിൽ 1-2 വർഷം കൊണ്ട് ഇത് നിശേഷം നമുക്ക് നിർത്തലാക്കാൻ കഴിയില്ല. അതിൽ കുറേശ്ശെങ്കിലും നമ്മളൊരു പരിശ്രമിച്ചാൽ ഒരു 1-2 വർഷം കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും നിശേഷം നമുക്ക് ഒഴിവാക്കി നമ്മുടെ പ്രകൃതിയെ രക്ഷിക്കാൻ കഴിയും. നമ്മുടെ പൂങ്കാവനം പുണ്യമാണ്, അത് സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അതെല്ലാവരും മനസ്സിൽ കരുതുക. സ്വാമിയെ ശരണമയ്യപ്പ.